ഹായ് ഓൾ, വെൽക്കം ടു ലേൺ വെൽ. എൻ്റെ പേര് അൻസഫ്. നിങ്ങളുടെ മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾ എടുക്കുന്നത് ഞാനാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ വർഷം 10ാം ക്ലാസ്സിലാണ്. SLC ഫൈനൽ എക്സാം എഴുതുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്കൊരു കൃത്യമായൊരു പ്ലാനും കാര്യങ്ങളും നിങ്ങൾ ഇപ്പോഴേ റെഡിയാക്കി വെക്കുക. എപ്പോൾ ഞാൻ പഠിക്കണം, എപ്പോൾ ഞാൻ കളിക്കണം, അങ്ങനെയുള്ള എല്ലാ പ്ലാനുകളും നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാവണം. കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും, ഇപ്പോൾ മാത്തമാറ്റിക്സ് ആയാലും മറ്റ് സബ്ജക്റ്റുകളായാലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല സ്കോറ് ലഭിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനായിട്ട് എല്ലാവർക്കും ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വർഷം SLC പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു എക്സാം എഴുതാൻ സാധിക്കുക, നല്ലൊരു അക്കാഡമിക് ഇയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാം ആയാലും അതുപോലെ സെക്കൻഡ് ടൈം ആയാലും തേർഡ് ടൈം ആയാലും ഏതൊരു ടൈമിലെ എക്സാംസ് എടുത്ത് നോക്കിയാലും എല്ലാ സെക്ഷനുകളിലും ഇപ്പോൾ 2 മാർക്സിൻ്റെ സെക്ഷൻ ഉണ്ടാവും, 4 മാർക്സിൻ്റെ സെക്ഷൻ ഉണ്ടാവും, 5 മാർക്സിൻ്റെ സെക്ഷൻ ഉണ്ടാവും. എല്ലാ സെക്ഷനുകളിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ പാർട്ടുകളിലും നിങ്ങൾക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസ് ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അത്ര ഒരുപാട് കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മൾ പരമാവധി ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ നമ്മൾ ചാറ്റ് ബോക്സ് ഉണ്ട്. ആ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ടുകൾ പറയാം. നമ്മൾ പരമാവധി ഓരോ സെഷനിൽ നിന്നും പരമാവധി ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ പറയാം. നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ തന്നെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ മാത്സിൽ വരുന്നത്. ഈ ചാപ്റ്ററിൽ വരുന്ന കീ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എ സീക്വൻസ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ സീക്വൻസ് എന്ന് പറയുന്ന ഒരു വാക്ക്, അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള വാക്കായാലും സീക്വൻസ് എന്ന് പറയുന്നതായാലും നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സീക്വൻസ് എന്താണെന്ന് നോക്കണം. then ഈ സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസും തമ്മിൽ എന്തായാലും ആ ഒരു വാക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊരു വ്യത്യാസമുണ്ട്. സീക്വൻസ് എല്ലാ സീക്വൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് സീക്വൻസ്, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്, ഇത് രണ്ടും നമുക്ക് പഠിക്കണം. നമ്മൾ അധികവും പിന്നെ പഠിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസുകൾ മാത്രമായിരിക്കും. സീക്വൻസുകൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് സീക്വൻസിന്റെ വരുന്നുള്ളൂ. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ ഡീറ്റെയിലിംഗ് പഠിക്കുന്നതെല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ജനറൽ ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ സം ഓഫ് n ടൈംസ് ഒക്കെയാണ് നമ്മൾ പഠിക്കുക. ഇതിൻ്റെ ഒരു ഹയർ വേർഷൻ നിങ്ങൾക്ക് +1 +2 നിങ്ങളുടെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കാനുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു വേറൊരു അല്ലെങ്കിൽ സീക്വൻസിൽ തന്നെ വേറൊരു സീക്വൻസ്. ഇപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സീക്വൻസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസ്, മറ്റൊരു ടൈപ്പ് ജിയോമെട്രിക് സീക്വൻസ്, അങ്ങനെ വേറെ സീക്വൻസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലായിരിക്കും പഠിക്കുക. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അരിത്തമെറ്റിക് സീക്വൻസും അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസും ആയിരിക്കും. ഓക്കെ, സോ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അരിത്തമെറ്റിക് സീക്വൻസ്, അതുപോലെ എന്താണ് ടേം, ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ്, ടേം പൊസിഷൻ, കോമൺ റിമൈൻഡർ, nth ടേം, അതുപോലെ തന്നെ സം, അങ്ങനെ ഒരുപാട് വേർഡ്സ് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന, കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സ് ആണ്. ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, സോ ഇതാണൊരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. നമുക്ക് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക്കായ സീക്വൻസിലേക്ക് കടക്കാം. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് സീക്വൻസ് എന്ന് പറയുന്നതിനുള്ളത്. എ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിട്ടൺ ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ അക്കോർഡിംഗ് ടു എ പർട്ടിക്കുലർ റൂൾ ഈസ് കോൾഡ് എ നമ്പർ സീക്വൻസ്. അപ്പോൾ കുറച്ച് നമ്പേഴ്സ് ആണ്, കുറച്ച് നമ്പേഴ്സ് എഴുതാണ്. ആ ഒരു ഫസ്റ്റ് ഒരു നമ്പർ ഉണ്ടാവും, ദെൻ സെക്കൻഡ് വേറൊരു നമ്പർ ഉണ്ടാവും, ദെൻ വേറൊരു നമ്പർ, അങ്ങനെ എത്ര നമ്പേഴ്സ് വേണമെങ്കിലും ആകാം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ റൂൾ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഓക്കെ, എല്ലാ നമ്പേഴ്സിനും ഒരു കോമൺ റൂൾ ഉണ്ടാവും. അതാണ് സീക്വൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 1 2 3 4 5 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു സീക്വൻസ് ആണ്. കാരണം എന്താണ്, നമുക്ക് നമ്പേഴ്സ് 1 by 1 ആയിട്ട് നമ്മൾ എഴുതുന്നുണ്ട്. ആൻഡ് ഇതൊരു കോമൺ റൂൾ ഉണ്ട്. എന്താണ്, ഇതെല്ലാം കൗണ്ടിങ് നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്.
സോ ഇതെന്താണ്, ഇതിന്റെ ഒരു സീക്വൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ദെൻ മറ്റൊരു സീക്വൻസ് നമുക്ക് എഴുതാം 2 4 6 8 10 എക്സെട്ര. സോ ഇതും എന്താണ്, ഇതും മറ്റൊരു സീക്വൻസ് ആണ്. ഓക്കെ, ഇത് ഈ സീക്വൻസിന്റെ റൂൾ എന്താണ്, ഇത് ഈവൻ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ ഇതും എന്താണ്, ഒരു സീക്വൻസ് ആണ്. നമുക്കൊരു ഫസ്റ്റ് ഒരു ടൈം ഉണ്ട്, സെക്കൻഡ് ഒരു ടൈം ഉണ്ട്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ എന്താണ്, ഒരു കോമൺ റൂൾ ഇവിടെ ഉണ്ട്, ഇതെല്ലാം എന്താണ് 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് ആണ് നമുക്ക് റൂളായിട്ട് പറയാം. ഓക്കെ, നമുക്ക് മറ്റൊരു സെറ്റ് നോക്കാം. 1 4 9 16 25 എക്സെട്ര. ഓക്കെ, സോ ഇതെന്താണ്, ഇത് നോക്കുമ്പോൾ എന്താ പറയുക, 1 4 9 16 25. ഇവിടെ എന്തുണ്ട്, ഫസ്റ്റ് ഒരു നമ്പർ വന്നിട്ടുണ്ട്, ദെൻ സെക്കൻഡ് ഒരു നമ്പർ, ദെൻ തേർഡ് വേറൊരു നമ്പർ, ഫോർത്ത് വേറെ നമ്പർ, ഫിഫ്ത്ത് ഒരു നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടുത്തെ റൂൾ എന്താണ്, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പറയാം ഇതെന്താണ്, ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലെ. ഈ നമ്പേഴ്സ് എല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. സോ 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസ് എന്താണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഒരു സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇതാണ് സീക്വൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് കുറച്ച് ടേംസ് ഉണ്ടാവണം, അതിനൊരു പർട്ടിക്കുലർ കോമൺ റൂളും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫോം നമ്പർ സീക്വൻസ് റിലേറ്റഡ് ടു റെഗുലർ പോളിഗൺസ് ആസ് ഫോളോസ്. സോ പോളിഗൺസ് എന്താണ്, റെഗുലർ പോളിഗൺസ് എന്താണെന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ പോളിഗൺ എന്താണ്, ക്ലോസ്ഡ് ഫിഗേഴ്സിനെല്ലാം നമ്മൾ പോളിഗൺ എന്നാണ് പറയുക. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാം എന്താണ്, സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും, അതാണ് റെഗുലർ പോളിഗൺസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ റെഗുലർ പോളിഗൺസിന്റെ നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് നമുക്കറിയാം. റെഗുലർ പോളിഗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എവിടെ നിന്നാണ്, ട്രയാംഗിളിൽ നിന്നാണ്, അല്ലെങ്കിൽ 3 സൈഡ്സ് ഉള്ള ഫിഗർ ആണ് ക്ലോസ്ഡ് ഫിഗർ ആയിട്ട് നമുക്ക് ഏറ്റവും ചെറുത് കിട്ടുന്നത്. സോ നമ്പർ ഓഫ് സൈഡ്സ് വരുന്നത് 3, ദെൻ ക്വാഡ്രിലാറ്ററൽ വരുമ്പോൾ 4, ദെൻ പെന്റഗൺ വരുമ്പോൾ 5, ഹെക്സഗൺ വരുമ്പോൾ 6, ദെൻ ഹെപ്റ്റഗൺ വരുമ്പോൾ 7, ഒക്ടഗൺ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, 3 4 5 6 7 8 അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എത്ര സൈഡ്സ് ഉള്ള പോളിഗൺ വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് എന്താണ്, നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോളിഗൺസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ 8th പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിനൊപ്പം തന്നെ നമ്മൾ വേറെ കാര്യം പഠിച്ചിട്ടുണ്ട്, റെഗുലർ പോളിഗൺസ് ആണെങ്കിൽ അതിന്റെ ഇന്നർ ആംഗിൾ എങ്ങനെ വരും, എന്താണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടായിരിക്കും വരിക, അതെങ്ങനെയാണ് വരുന്നതെന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇന്നർ ആംഗിളിന്റെ സമ്മ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരുന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നമ്മൾ 8th പഠിച്ച കാര്യമാണ്, എന്നാലൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഈ ഒരു ഇന്നർ ആംഗിൾസിന്റെ സം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതിനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. നോക്കി നോക്കി ആർക്കെങ്കിലും കിട്ടുന്ന, നമുക്ക് വളരെ സിമ്പിൾ ഇക്വേഷൻ ആയിരുന്നു. എന്താണ്, n-2 ഇൻറ്റു 180, n-2 ഇൻറ്റു 180 എന്നുള്ളതായിരുന്നു ആ ഇക്വേഷൻ. ഇനി n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് സൈഡ്സ്. സോ എന്താണ്, ട്രയാംഗിൾ ആകുമ്പോൾ നമുക്കറിയാം സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്ര വരും, ട്രയാംഗിൾസിന്റെ കേസ് സം ഓഫ് ഇന്നർ ആംഗിൾസ് 180 ആണ് വരിക അല്ലെ. ദെൻ അത് ക്വാഡ്രിലാറ്ററൽ ആകുമ്പോഴും 360 വരും. ഓക്കെ, ദെൻ 5 സൈഡ്സ് ഉള്ള പെന്റഗൺ വരുമ്പോൾ 540 ആണ് വരിക. ദെൻ 540 കഴിഞ്ഞാൽ ദെൻ 6 ഇൻറ്റു അല്ലെങ്കിൽ 6 - 2, അതായത് 4 ഇൻറ്റു 180 ആണ് വരുന്നത്, ദാറ്റ് ഈസ് 720. ഓക്കെ, സോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് എന്ത്, ഈ ഒരു സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്ന ആ ഒരു സീക്വൻസ്. സോ നമുക്ക് ഇതിന്റെ തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, 1 ഇന്നർ ആംഗിൾ. ഓക്കെ, റെഗുലർ പോളിഗൺസ് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും, ഈക്വൽ മെഷർമെന്റ് ആയിരിക്കും എല്ലാ ആംഗിൾസിനും വരിക. സോ ട്രയാംഗിളിന്റെ ഇക്വലാറ്ററൽ ട്രയാംഗിൾ, അല്ലെങ്കിൽ നമുക്ക് റെഗുലർ പോളിഗൺ വരുമ്പോൾ 3 സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന 3 സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന ആ ഒരു ഫിഗർ നമുക്കറിയാം എന്താണ്, ഇക്വലാറ്ററൽ ട്രയാംഗിൾ ആണ് നമ്മൾ പറയാം. സോ അതിന്റെ ഒരു ആംഗിൾ എത്രയാണ് നമുക്കറിയാം, എത്രയാണ്, 60 ആണ്. ദെൻ അടുത്ത റെഗുലർ പോളിഗൺ വരുന്നത് 4 സൈഡ്സ് അല്ലെങ്കിൽ 4 സൈഡ്സ് വരുന്ന ആരാണ്, സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ആംഗിൾസ് നമുക്കറിയാം എത്രയാണ്, 90 ആണ്.
ദെൻ 5 സൈഡ്സ് ഉള്ള പെന്റഗൺ, പെന്റഗണിന്റെ റെഗുലർ പെന്റഗണിൽ ഒരു ആംഗിൾ വരുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി, 540 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 108. 108 ആണ് ഒരു ആംഗിൾ വരിക. ദെൻ അടുത്തത് ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗണിൽ 720 ആണ് സം വരുന്നത്. അതിനെ ഡിവൈഡ് ബൈ 6 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 120 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അടുത്തൊരു സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3 സീക്വൻസുകൾ കിട്ടി അല്ലെ. എന്താ, നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് കിട്ടി, ദെൻ സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ സീക്വൻസ് കിട്ടി, ദെൻ 1 ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിളിന്റെ മെഷർമെന്റ് വരുന്ന സീക്വൻസും കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാം ഇവിടെ എല്ലാം എന്താണ്, കുറച്ച് നമ്പേഴ്സ് 1 2 3 ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു നമ്പർ, സെക്കൻഡ് വേറെ നമ്പർ, തേർഡ് ഒരു നമ്പർ, അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു കോമൺ റൂൾ ഉണ്ട്. എന്താണ്, നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് പോളിഗൺ ആണ്, ഇത് സം ഓഫ് ഇന്നർ ആംഗിൾ ആണ്, ഇത് 1 ആംഗിൾ ആണ്, 1 ഇന്നർ ആംഗിൾ ആണ്. സോ ഇതെല്ലാം ഒരു കോമൺ റൂൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. നമുക്ക് കോമൺ ഒരു റൂൾ അവിടെ ഉണ്ടായാൽ മതി. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് സീക്വൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിൽ നിന്ന് അരിത്തമെറ്റിക് സീക്വൻസിന് എന്താണ് പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് അതിനകത്തൊരു ഡിഫറൻസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അരിത്തമെറ്റിക് സീക്വൻസ്, എ സീക്വൻസ്, അതും എന്താണ്, ഒരു സീക്വൻസ് ആണ്. ഗോഡ് ബൈ സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ, ഏതൊരു നമ്പർ വെച്ച് നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. സോ അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഒരു ഫിക്സഡ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഓക്കെ, ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി, അതാണ് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏറ്റവും നോർമൽ സീക്വൻസുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുന്ന പോയിന്റ് നമുക്ക് പറയാം. സോ നമ്മൾ നേരത്തെ എഴുതിയ സീക്വൻസുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് എഴുതിയ സീക്വൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആയിരുന്നു, 3 4 5 6 7, അങ്ങനെയാണ് നമ്മൾ എഴുതിയത് അല്ലേ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്, എ സീക്വൻസ് കോഡ് ബൈ സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് പ്രശ്നമില്ല. എന്താണ്, ഏതൊരു 3 എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 എന്ന് പറയുന്ന നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അടുത്ത പറയുന്നത് ആഡിങ് എ ഫിക്സഡ് നമ്പർ, ഇവിടെ അങ്ങനെ ഫിക്സഡ് നമ്പർ ആണ് ആഡ് ചെയ്തേക്കുന്നത് നോക്കിയേ. സോ നമുക്ക് നോക്കിയറിയാം, 3ൽ നിന്ന് 4ലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം, +1, അഗൈൻ 4 to 5 വീണ്ടും +1, 5 to 6 വീണ്ടും +1, 6 to 7 വീണ്ടും +1. സോ എന്താണ്, 1 വെച്ചാണ് ആഡ് ചെയ്ത് പോയേക്കുന്നത് അല്ലേ. സോ ഒരു ഫിക്സഡ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്താണ് ഇവിടെ പോകുന്നത്. വിച്ച് മീൻസ് ഇതെന്താണ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മൾ എഴുതിയത് നോക്കാം. എന്താണ്, സം ഓഫ് ഇന്നർ ആംഗിൾ, ഫസ്റ്റ് 180 ആയിരുന്നു, then 360, then 540, then 720 and so on. ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ സീക്വൻസ് എഴുതിയത് അല്ലേ, സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇനി ഇവിടെ എന്താണ് ആഡ് ചെയ്ത് നോക്കിയേ, 180ൽ നിന്ന് 360, 180 to 360 എത്താൻ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും 180 ആഡ് ചെയ്യണം. സോ അഗൈൻ 360 to 540, അഗൈൻ 180 ആഡ് ചെയ്യുക, അഗൈൻ 540 + 180 ആണ് എന്ത് വരുന്നത്, 720 വരുന്നത്. സോ അഗൈൻ നമുക്ക് എന്തുണ്ട്, ഒരു ഫസ്റ്റ് ടൈം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ആഡ് ചെയ്ത് പോവാണ് അല്ലേ. ഫസ്റ്റ് ടൈം നമുക്ക് 180 വരുന്നുണ്ട്, നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാണ്, 180 തന്നെ നമ്മൾ ആഡ് ചെയ്താണ് പോകുന്നത്. സോ ഒരു ഫിക്സഡ് നമ്പർ നമ്മൾ റിപ്പീറ്റഡ്ലി ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതും എന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് എഴുതിയത് നമുക്ക് നോക്കാം. നമ്മളുടെ ഇന്നർ ആംഗിൾ, 1 ഇന്നർ ആംഗിൾ എന്ത് വരും എന്നുള്ളതായിരുന്നു. സോ ഫസ്റ്റ് 60 ആയിരുന്നു, ദെൻ 90, ദെൻ 108, then 120 and so on. ഇങ്ങനെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് അല്ലേ. സോ ഇനി ഇവിടെ എന്താണ് ആഡ് ചെയ്തേക്കുന്നത് നോക്കാം. സോ 60ൽ നിന്ന് 90ലേക്ക് എത്താൻ നമ്മൾ ഇവിടെ 30 ആഡ് ചെയ്തു, ദെൻ 90 to 108. സോ ഇവിടെ നമുക്ക് എത്രയാണ് ആഡ് ചെയ്യേണ്ടി വരിക, 18 ആണ് ആഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ അല്ലേ. ഇവിടെ +18 ആണ് വരുന്നുള്ളൂ. ദെൻ 108 to 120 നമുക്ക് എന്ത് വരുന്നുള്ളൂ, +12 ആണ് വരുന്നുള്ളൂ അല്ലേ. സോ എന്താണ്, ആഡ് ചെയ്തിരിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് നമ്പർ അല്ല, റിപ്പീറ്റഡ്ലി ആഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഫിക്സഡ് നമ്പർ അല്ല, ഡിഫറെന്റ് നമ്പേഴ്സ്. ഇവിടെ ആദ്യം 30 ആഡ് ചെയ്തു, ദെൻ 18 ആഡ് ചെയ്തു, ദെൻ 12 ആഡ് ചെയ്തു, അങ്ങനെ ഡിഫറെന്റ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ സ്റ്റാർട്ടിങ് കുഴപ്പമില്ല, സീക്വൻസ് കോഡ് ബൈ സ്റ്റാർട്ടിങ് വിത്ത് എനി നമ്പർ, അതിൽ പ്രശ്നമില്ല. പക്ഷെ ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി, അവിടെ നമുക്ക് പ്രശ്നം വന്നു അല്ലേ. 30, 18, 12 അങ്ങനെ ഡിഫറെന്റ് നമ്പേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. വിച്ച് മീൻസ് ഇതെന്തല്ല, ഒരു സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റില്ല. ഇതൊരു സീക്വൻസ് ആണ്, പക്ഷെ ഇതെന്തല്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് അതിന്റെ ഒരു ഏകദേശം
ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നമുക്ക് ഇനി അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഓക്കെ, സോ ഈ അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് വൺ, എന്താണ് ഒരു ടേം? അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? ദ നമ്പേഴ്സ് ഫോമിങ് എ സീക്വൻസ് ഈസ് കോൾഡ് ഇറ്റ്സ് ടേം. നമ്മളൊരു സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ 1 3 5 7 9 ഒരു സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഓരോ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ടേം എന്ന് വിളിക്കുക. ഓക്കെ, ഇതിൽ 1നെ നമ്മൾ എന്ത് വിളിക്കും? ഇത് ഫസ്റ്റ് ടേം ആണ്. 3 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്. 5 എന്ന് പറയുന്നത് തേർഡ് ടേം ആണ്. 7 ഫോർത്ത് ടേം ആണ്. 9 ഫിഫ്ത്ത് ടേം ആണ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഇതിലെ ടേംസ് ആണ്. ഓക്കെ, ഈ ഒരു സീക്വൻസിന്റെ ടേംസ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നമ്പേഴ്സ്, ആ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടേം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈം, നമുക്ക് ഈ ഫസ്റ്റ് ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഒരുപാട് പ്രാവശ്യങ്ങളിൽ യൂസ് വരുന്നുണ്ട്. നമ്മളുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആയാലും സമ്മ് കാണുന്ന കേസുകളിലായാലൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് ടൈം ഒരു സീക്വൻസിലെ ഏറ്റവും ആദ്യം നമ്മൾ എഴുതുന്ന ടൈമാണ് അതിന്റെ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം നമ്മൾ പല രീതിയിൽ നിങ്ങൾക്ക് പല ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ പല ടീച്ചേഴ്സ് പല രീതിയിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്. എ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്, എഫ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്, x1 എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? മെയിനായിട്ടും ഈ ഒരു 3 രീതിയിലാണ് ഫസ്റ്റ് ടൈമിനെ ഡിനോട്ട് ചെയ്യുക. ഒന്നുകിൽ എ എന്നായിരിക്കും പറയുക, അല്ലെങ്കിൽ എഫ്. ഫസ്റ്റ് ടൈമിനെ എഫ് ആയിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്, ഫസ്റ്റ് ടൈമിനെ x1 ആയിട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്ത് പറയുന്ന ഒരു കേസാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ സീക്വൻസ് നമ്മൾ പറഞ്ഞ എന്താണ്? 180 360 540 720. ഈ ഒരു സീക്വൻസിൽ നമ്മൾ എന്ത് പറഞ്ഞു? ആഡ് ചെയ്ത് എത്രയാണ്? 180. കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ആഡ് ചെയ്ത് പോയത് 180 ആണെന്ന് പറഞ്ഞു. സോ ഈ റിപ്പീറ്റഡ്ലി ആഡ് ചെയ്ത് പോകുന്ന ഈ ഒരു നമ്പർ, ഈ ഒരു പർട്ടിക്കുലർ നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയാം. ആ ഒരു പർട്ടിക്കുലർ കോമൺ ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഡി എന്ന് പറയുന്ന ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് എന്താ പറയാം? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഡി ഈക്വൽസ് എത്രയാണ്? 180 ആണ്. ഓക്കെ, സോ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നോക്കിയാൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം. തൊട്ടടുത്തുള്ള രണ്ട് ടേംസ് കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന ടേംസ് തമ്മിൽ എന്ത് ചെയ്യുക? ഡിഫറൻസ് കാണുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, തൊട്ട് അടുത്ത് കിടക്കുന്ന രണ്ട് ടേംസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? കോമൺ ഡിഫറൻസ് കിട്ടുക. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആണ്. എന്താണ് ടേം, എന്താണ് ഫസ്റ്റ് ടൈം, എന്താണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, സോ ഈ ഒരു കോമൺ ഡിഫറൻസ് എന്ന കൺസെപ്റ്റ് ആണ് സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസും തമ്മിൽ വരുന്ന ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സീക്വൻസിനെ എങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കുക, അതൊരു കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ സീക്വൻസ് നമുക്ക് എന്ത് വിളിക്കാം? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇവിടെ കുറച്ച് റൂൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യം എന്താണ്? ചെക്ക് വെദർ ദി സീക്വൻസസ് ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസ് ഓർ നോട്ട്. 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്ന്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് വൺ, സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ആ സീക്വൻസ് ഒന്ന് എഴുതി നോക്കുക. then അതിൽ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അതെന്താകും? അത് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയോ? കിട്ടുന്നില്ലേ? സോ നമുക്കൊന്ന് ആൻസർ എഴുതി വെക്കാം. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. സോ ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? 2 4 6 8 10 എക്സെട്ര. ഓക്കെ, സോ ഒരു 5 ടൈംസ് ഒക്കെ എഴുതിയാൽ മതിയാവണം. സോ നമുക്കൊന്നുണ്ട് നമ്മളുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ റൂൾസ് എന്താണ്? ഒരു ഫസ്റ്റ് ഒരു ടേമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ കോമൺ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് നോക്കുക. ഇവിടെ എന്ത് ചെയ്തു? +2 4 +2 6, then 6 + 2 8, 8 + 2 10, which means ഇവിടെ റിപ്പീറ്റഡ്ലി ആഡ് ചെയ്യുന്നത് എന്താണ്? 2 ആണ് ഇവിടെ റിപ്പീറ്റഡ്ലി ആഡ് ചെയ്തത്. ഓർ നമുക്ക് എന്താ പറയുക? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, ദാറ്റ് ഈസ് 2 എന്ന് പറയുന്ന നമ്പർ റിപ്പീറ്റഡ്ലി ആഡ് ചെയ്ത് പോവുകയാണ്. വിച്ച് മീൻസ് ഇതെന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ദെൻ സെക്കൻഡ് വൺ പവേഴ്സ് ഓഫ് 2 എന്നാണ് പറയുന്നത്. പവേഴ്സ് ഓഫ് 2 എഴുതാൻ നമുക്കറിയാം. നമ്മൾ 7th പവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നത്. സോ പവേഴ്സ് ഓഫ് 2 എങ്ങനെയാണ് നമുക്ക് എഴുതുന്നത് നോക്കാം. സോ ഫസ്റ്റ് പവർ വരുന്നത് എന്താണ്? 2 തന്നെയാണ്. സെക്കൻഡ് പവർ അല്ലെങ്കിൽ 2 സ്ക്വയർ വരുന്നത് 4 ആണ്.
തേർഡ് പവർ അല്ലെങ്കിൽ 2 ക്യൂബ് ആണ് വരുന്നത്, ദാറ്റ് ഈസ് 8. ദെൻ 2 to the power 4, അല്ലെങ്കിൽ 2 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം, ദാറ്റ് വിൽ ബി 16 ആൻഡ് സോ ഓൺ. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് കോമൺ ഡിഫറൻസ് കിട്ടുന്നതെന്ന് നോക്കുക. സോ ഫസ്റ്റ് എന്ത് 2 + 2 ചെയ്യുമ്പോഴാണ് 4 കിട്ടുക. ദെൻ 4 + 4 ചെയ്യുമ്പോഴാണ് 8 കിട്ടുക. ദെൻ 8 + 8 ചെയ്യുമ്പോഴാണ് 16 കിട്ടുക. വിച്ച് മീൻസ് ഇവിടെ എന്തില്ല, കോമൺ ഡിഫറൻസ് ഇല്ല. ഓരോ സ്ഥലത്തും ഡിഫറൻസ് വ്യത്യാസമുണ്ട്. ഇവിടെ ആദ്യം 2 ആയിരുന്നു, ദെൻ ഇവിടെ 4 വന്നു, ദെൻ ഇവിടെ 8 വന്നു. വിച്ച് മീൻസ് ഡിഫറൻസുകളെല്ലാം എന്താണ്, വ്യത്യാസമുണ്ട്, കോമൺ ഡിഫറൻസ് ഇല്ല. സോ എന്തില്ല, നോ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. പക്ഷെ സീക്വൻസ് ആണ്, കാരണം ഒരു റൂൾ ഉണ്ട്, പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്ന റൂൾ ഉണ്ട്. വിച്ച് മീൻസ് ഇതൊരു സീക്വൻസ് ആണ്, പക്ഷെ എന്തല്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നമുക്ക് ഫൈനൽ മൂന്നാമത്തെ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദി ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ പകുതി അങ്ങനെ കിട്ടുന്ന ഒരു സീക്വൻസ് എഴുതാനാണ് പറയുന്നത്. സോ ഓഡ് നമ്പേഴ്സ് നമുക്കറിയാം 1 ആണ് ഫസ്റ്റ്, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2. ഇതിനടുത്ത് വരുന്നത് 3 ആണ്, 3/2. ദെൻ നെക്സ്റ്റ് ഓഡ് നമ്പർ 5 ആണ്, അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 5/2. ദെൻ 7/2 ആൻഡ് സോ ഓൺ. സോ ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് എങ്ങനെ നോക്കാം. സോ എന്ത് ചെയ്യാം, ഇവിടെ ഓരോന്നിലും നമുക്ക് കോമൺ ഡിഫറൻസ് വരുന്നുണ്ട് നോക്കുക. ഓരോ തൊട്ടടുത്തുള്ള 2 ടൈംസ് തമ്മിൽ മൈനസ് ചെയ്ത് നോക്കുക. 3/2 മൈനസ് 1/2. സോ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് 2/2 1. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഒരു ഡിഫറൻസ് വന്നു, ഈ ഡിഫറൻസ് 1 ആണ്. ദെൻ നെക്സ്റ്റ് കേസ് നോക്കുക, 5/2 മൈനസ് 3/2. 5/2 മൈനസ് 3/2 എഗെയിൻ നമുക്ക് എന്ത് തന്നെ കിട്ടും, 2/2 അല്ലെങ്കിൽ എഗെയിൻ 1 തന്നെയാണ് കിട്ടുക. അടുത്ത കേസ് നോക്കുക, 7/2 മൈനസ് 5/2 എഗെയിൻ നമുക്ക് എന്ത് തന്നെ കിട്ടും, 2/2 1 എന്ന് കിട്ടും. സോ ഇവിടെ എന്താണ്, കോമൺ ഡിഫറൻസ് ഈക്വൽസ് 1, വിച്ച് മീൻസ് ഇതെന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നത്, എന്താണ് സീക്വൻസ്, എന്താണ് ആ സീക്വൻസിൽ നിന്ന് അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് വരുന്നതിനുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി സ്മോൾ സ്ക്വയർസ് ആർ ദെയർ ഇൻ ഈച്ച് റെക്ടാങ്കിൾ. നമുക്ക് ഇവിടെ സ്മോൾ സ്ക്വയർസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ 2 സ്ക്വയർ, ഇവിടെ 4, അങ്ങനെ ഇവിടെ സ്ക്വയർസിന്റെ സ്മോൾ സ്ക്വയർസിന്റെ എണ്ണം ഒന്ന് എഴുതുക. ദെൻ ഹൗ മെനി ലാർജ് സ്ക്വയർസ്. ഇപ്പൊ ലാർജ് സ്ക്വയർസ് എത്ര? ഇതിൽ ലാർജ് സ്ക്വയർ ഇല്ല, ഇതിൽ ഒരു ലാർജ് സ്ക്വയർ ഉണ്ട്, ഇതിൽ 2 ലാർജ് സ്ക്വയർ ആണ് വരുന്നത്. അങ്ങനെ ഇതിൽ എത്ര ലാർജ് സ്ക്വയർ വരുന്നത് നോക്കുക. ദെൻ ഹൗ മെനി സ്ക്വയർസ് ഇൻ ഓൾ. അതായത് ഈ സ്മോൾ സ്ക്വയർസിന്റെയും ലാർജ് സ്ക്വയർസിന്റെയും സമ്മാണ് ചോദ്യം. ഓക്കെ, ഇതിൽ ആകെ 2 സ്ക്വയർ മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ 4 സ്മോൾ സ്ക്വയർസ് വരുന്നുണ്ട്, ഒരു വലിയ സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി, 5 സ്ക്വയർസ് ആയി. ഓക്കെ, അപ്പോൾ അതുപോലെ ആ സീക്വൻസുകൾ എഴുതി വെക്കുക. ദെൻ കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ ഈസ് ഈച്ച് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. സോ നിങ്ങൾക്കിവിടെ 3 സീക്വൻസ് കിട്ടും. ഫസ്റ്റ് വൺ സ്മോൾ സ്ക്വയർസിന്റെ എണ്ണം വരുന്ന സീക്വൻസ് ആണ്. ദെൻ ലാർജ് സ്ക്വയർസിന്റെ എണ്ണം വരുന്ന സീക്വൻസ് ആണ്. ദെൻ എന്താണ് വരുന്നത്, ഈ രണ്ടിന്റെ കൂടി സം വരുന്ന ഒരു സീക്വൻസ് വരും. സോ ഈ 3 സീക്വൻസുകളിൽ ഏതെല്ലാമാണ് അരിത്തമെറ്റിക് സീക്വൻസ്, ഏതെല്ലാമാണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആണ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതുള്ളൂ. എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയാം. നമ്മൾ എന്തായാലും അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്തമാറ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പരമാവധി നിങ്ങൾക്ക് കിട്ടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയാലും അല്ലാതെ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പരമാവധി ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് മാത്തമാറ്റിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബൈ ഹാൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം. പേപ്പറും പേന എടുത്തിട്ട് ഇരുന്ന് ചെയ്ത്, അല്ലെങ്കിൽ ബുക്കും പേന എടുത്ത് നിങ്ങൾ ഇരുന്ന് ആൻസർ എഴുതിയേ നിങ്ങൾക്ക് എന്താവുള്ളൂ, ക്ലിയർ ആവുള്ളൂ. നിങ്ങൾ ഒരിക്കലും മാത്സ് വായിച്ച് പഠിക്കരുത്. കൃത്യമായിട്ട് ആൻസർ എന്ത് ചെയ്യുക, ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റൻ ഈ സ്റ്റെപ്പ് ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ ആലോചിക്കാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് എന്ത് ചെയ്യാം, മറന്നു പോവാം. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊരു ക്വസ്റ്റ്യൻ ആയാലും 1-2 പ്രാവശ്യം ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ ഒരു കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ചെയ്തു നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, ബൈ.